ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 3 വീഡിയോ. പിന്നെ ഗൈസ്, പാർട്ട് 3 വീഡിയോ ഇടാൻ ലേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം സോൾവ് ആയി. പിന്നെ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയുള്ളൂ ഗൈസ്. ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്തിട്ട് പിന്നീടൊക്കെയാണ് വോയിസ് കൊടുത്ത് ഇതിൽ ചെയ്യുന്നത്. അങ്ങനെ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ മഡ്ഗാർഡ് നമ്മൾ നേരെ സ്പ്രിൻറ്ററിലേക്ക് പിടിപ്പിച്ച് 4-10 ബോൾട്ട് നമ്മൾ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു റബ്ബർ സെറ്റ് ചെയ്യും. ഈ റബ്ബർ നമുക്ക് 1-2 വട്ടം എന്താ പറയുക, നമ്മുടെ ചെയിൻ കവറിൽ എടുത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഗൈസ്. എന്നിട്ട് ഗൈസ്, നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡിലിന്റെ അവിടുത്തെ സംഭവങ്ങൾ സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഹാൻഡിലിന്റെ 2 സ്റ്റേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും സ്റ്റേ ഇല്ലേ, നമ്മൾ പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം മിററൊക്കെ പിടിപ്പിക്കുന്നത്, അത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ചെറിയൊരു പണി കിട്ടി. കാരണം ഇത് നമ്മുടെ വണ്ടിയിൽ വരുന്ന മോഡൽ സ്വിച്ച് അല്ല, നമ്മുടെ 2009 മോഡൽ സ്പ്ലെൻഡറാണ് വരുന്നത്. അത് വിത്തൗട്ട് സെൽഫ് മോഡലാണ്, അതായത് സെൽഫ് ഇല്ലാത്ത മോഡലാണ്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സെൽഫ് ഉള്ള മോഡലിന്റെ സ്വിച്ചാണ്. അങ്ങനെ ചെറുതായിട്ട് പണി കിട്ടിയിരിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്കത് തിരിച്ചു കൊടുത്തിട്ട് ഇതിന്റെ സ്വിച്ച് നമുക്ക് വാങ്ങിക്കാം. കണ്ടോ ഗൈസ്? എന്നിട്ട് അടുത്ത് നമുക്ക് ത്രോട്ടലിന്റെ സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പുറത്തെ സെക്ഷൻ സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ത്രോട്ടലിന്റെ അവിടെ ത്രോട്ടൽ കേബിൾ നമ്മൾ പതുക്കെ ആ ഒരു ഇതിലോട്ട് അങ്ങ് സെറ്റ് ചെയ്യാണ്. കറക്കി കൊടുത്ത് അങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഇതാ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സ്വിച്ച് വന്നിട്ട് ഈ 385 രൂപയാണ്. എൻ്റെ 2009 മോഡലിന്റെ സ്വിച്ച് 385 രൂപ. മിൻഡയുടെ സ്വിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി സാധനമാണ് മിൻഡയുടെ സ്വിച്ച്. അങ്ങനെ നമ്മൾ 2 സ്ക്രൂ ഇടുക. സ്ക്രൂ ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ്, നമ്മൾ താഴെ വെച്ച് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ അടുത്ത എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ഗ്രിപ്പാണ് എടുത്തത്. അത് നമുക്ക് വില വന്നിട്ട് 69 രൂപയാണ് വില. അത് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക, തട്ടി കൊടുക്കുക. അങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്കി അങ്ങോട്ട് കയറ്റുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. അങ്ങനെ നമ്മൾ കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ബോൾട്ടുകളൊക്കെ തപ്പാം, അടുത്ത സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബോൾട്ടുകളെല്ലാം തപ്പി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നമ്മുടെ എന്താ പറയുക, നേരത്തെ എടുത്ത ആ സംഭവം അങ്ങ് സ്പാനറിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ലിവറും അങ്ങ് വച്ചങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലിവർ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ത്രോട്ടിലിന്റെ സെക്ഷനിലെ സൈഡിൽ എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഹാൻഡിൽ ത്രോട്ടിൽ ഗ്രിപ്പാണ്. അതും സെയിം റേറ്റാണ്, 69 രൂപയാണ് വരുന്നത്. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ഗ്രിപ്പ്. അത് നമ്മളിങ്ങനെ എടുത്ത് ഇനി നമുക്കിത് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിങ്ങ് ഇതിലോട്ട് പതുക്കെ കുറച്ച് കയറ്റിയിട്ട് കേബിൾ ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഇതെല്ലാവർക്കും അറിയുന്നുള്ള ഒരു കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഗൈസ്, നമ്മൾ വീഡിയോ ഇനി തീരെ ഇഴച്ച് കൊണ്ടുപോകത്തില്ല, കാരണം എല്ലാം നല്ല ലെങ്ത് ആവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും ഗൈസ്. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമില്ല, അതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ലിവറെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ത്രോട്ടിൽ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീറ്ററിൻ്റെ സ്റ്റേ സെറ്റ് ചെയ്യണം, സ്പീഡോമീറ്ററിൻ്റെ സ്റ്റേ. ഇത് ഗൈസ് നമ്മൾ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് 8 വോൾട്ട് ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്ത പരിപാടി ക്ലച്ച് കേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ലിവറിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ള ഒരു കാര്യമാണ് ഗൈസ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ക്ലച്ച് കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് അടിയിൽ അങ്ങ് സെറ്റ് ചെയ്യുക. ഡൺ. എന്നിട്ട് നമ്മൾ ഇപ്പം ഫ്രണ്ട് ബ്രേക്കിന്റെ കേബിളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ്, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയുന്നതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇറക്കുക. കറക്റ്റായിട്ട് കൊരുത്ത് കൊടുക്കുക. ഇതിൻ്റെ അടുത്ത് ഉടക്കും ടൈറ്റൊന്നും വീഴാത്ത രീതിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് കേബിളിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഹബ്ബ് വരില്ല, ഹബ്ബിൻ്റെ വരുന്ന ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രണ്ട് പിടിച്ചൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് എല്ലാം ഓക്കെ. എന്നിട്ട് നമ്മൾ നമ്മൾ കീ സെറ്റ് എടുത്തിട്ടുണ്ട്. കീ സെറ്റിൻ്റെ കവർ നഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ കീ സെറ്റ് ഏതാണ്ട് ഒരു 700 സംതിങ് വരുന്നുണ്ട് കീ സെറ്റിൻ്റെ റേറ്റ്. അതായത് 700, എന്തായാലും മാക്സ് 800-നുള്ളിൽ വരും. പിന്നെ നമ്മൾ 3 റബ്ബർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്പീഡോമീറ്റർ സ്റ്റേയിൽ വരുന്ന റബ്ബറാണ്. അങ്ങനെ 3 റബ്ബർ നമ്മൾ സ്റ്റേയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റബ്ബറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഷേക്കിംഗ് ഒന്നും മീറ്ററിൽ ഏക്കാതിരിക്കാനാണ്. കാരണം മീറ്ററിൽ ഇതുണ്ടല്ലോ, നീഡിലുണ്ടല്ലോ അതിന്റെ സൂചി, അതൊക്കെ വളരെ കട്ടി കുറഞ്ഞൊരു സംഭവമാണ്.
അങ്ങനെ കട്ടറിൽ വീണ അതിൻ്റെ ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബർ വരുന്നത്. അങ്ങനെ നമ്മൾ മേൽഭാഗം വെച്ച് കൊടുക്കുക, അതിൻ്റെ മീറ്റർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗൈസ് മീറ്റർ നമ്മളിങ്ങനെ പിടിപ്പിച്ച ശേഷം അതിൻ്റെ അടിയിൽ ഒരു ബോൾട്ട് വരും, ബോൾട്ട് അല്ല നട്ട് വരും. അത് നമ്മളൊരു വാഷർ നട്ട് ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുക, സ്പാനർ ഇട്ട് അങ്ങ് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ സ്പീഡോമീറ്റർ കേബിൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഫ്രണ്ട് ബ്രേക്ക് കേബിൾ വലിച്ചില്ലേ, അതേ ഭാഗത്തുകൂടി നമ്മൾ അങ്ങ് പതുക്കെ വലിച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് മീറ്ററിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഇങ്ങനെ തള്ളി കയറ്റുക, കൈ കൊണ്ടൊന്ന് കറക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലെയർ ഇട്ടൊന്ന് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രേക്ക് കേബിൾ എടുത്ത വശത്തുകൂടി നമ്മൾ പതുക്കെ സേഫായിട്ട് അങ്ങനെ താഴെ എത്തിക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് ഹബിലോട്ട് സെറ്റ് ചെയ്യാം. ഹബിലോട്ട് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. കറക്റ്റായിട്ട് കയറി വീല് പതുക്കെ കറക്കിയാലും പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവുന്നതാണ് ഗൈസ്. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ വീല് കറക്കി സക്സസ്ഫുള്ളി ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ സ്പീഡോമീറ്ററിന്റെ പരിപാടി എല്ലാം വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ഓക്കെ ഗൈസ്. എന്നിട്ട് നമുക്ക് ബ്രേക്ക് സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്താൽ ബ്രേക്ക് സ്വിച്ച് റെഡി. അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റേ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹെഡിന്റെ സ്റ്റേ ഇതിൽ വരുന്നത് 8mm ബോൾട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അത് ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് അപ്പുറ സൈഡ് അതുപോലെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പാനർ ഇട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്. എന്നിട്ട് ഗൈസ് നമ്മൾ വയറിംഗ് എല്ലാം കറക്റ്റായിട്ട് കപ്ലിങ്ങും, അതായത് സോക്കറ്റ് വരുമല്ലോ, സോക്കറ്റ് വരുന്ന ഭാഗം എല്ലാം കറക്റ്റായിട്ട് ആ രീതിക്കുള്ള സോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വയറിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, അതായത് ചെറിയ ലോജിക് ഉള്ളവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ കളർ കോഡ് നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ വയറിംഗ് എന്ന് പറയുമ്പോൾ. സ്പ്ലെൻഡറിൻ്റെ കളർ കോഡ് നോക്കി കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഗൈസ്, വയറിംഗ് കിറ്റിന്റെ മാത്രം. അങ്ങനെ നമ്മൾ ഹെഡ്ലൈറ്റിന്റെ ഡൂം സെറ്റ് എടുത്തിട്ടുണ്ട്. ഡൂം സെറ്റിന്റെ വില വന്നിട്ട് 358 രൂപയാണ് വരുന്നത്. ഇത് വാരിയോക്കിന്റെ ഡൂം സെറ്റാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഫസ്റ്റ് നമ്മൾ പാർക്ക് ബൾബിന്റെ കണക്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പ് കവർ അഴിക്കുക. ബൾബ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബൾബ് ഇതിൽ കൂടി ഇൻക്ലൂഡ് അല്ല ഗൈസ്, അത് നമ്മൾ പഴയ ബൾബാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പഴയ ബൾബ് കറക്റ്റായിട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലോക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടോപ്പ് കപ്പിട്ട് അങ്ങ് അടയ്ക്കുക. എന്നിട്ട് നമുക്ക് സോക്കറ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡൂം സെറ്റ് വയ്ക്കുക. ജസ്റ്റ് 12 ബോൾട്ട് ഇടുക, കൈ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച ശേഷം കൈ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും കൈ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം കഴിച്ച് നമ്മൾ മാസ്ക് അഥവാ വൈസർ അത് നമ്മൾ ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹെഡ്ലൈറ്റിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക അളവ്. അങ്ങനെ നമ്മൾ അളവെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ ആ 12 ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ വൈസറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കണക്ഷൻ ഇതിൽ അടിയിൽ കൂടി ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്തിട്ട് ടൈറ്റ് ഇല്ലാത്ത പിന്നെ നമ്മൾ പ്ലെയർ ഇട്ട് പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ ടൈറ്റ് ആയിക്കോളും ഗൈസ്. അങ്ങനെ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വൈസർ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 10ന്റെ 2 ബോൾട്ട് വരും. ഈ ബോൾട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് ടൈറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രാഷ് കാർഡിൽ 12 ബോൾട്ടാണ് വരുന്നത്. അത് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോക്ക് സെറ്റ് ചെയ്യാം. ലോക്ക് സെറ്റ് ഇങ്ങനെ പതുക്കെ കയറ്റി വയ്ക്കുക. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ലോക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്ത് തള്ളി കൊടുക്കുമ്പോഴത്തേക്ക് ആ ലോക്ക് സെറ്റ് റെഡി. അങ്ങനെ ഇതാണ് നമ്മൾ ഹെൽമെറ്റ് ലോക്ക്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത് സൈഡ് ബോക്സിൻ്റെ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമുക്ക് പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാപ്പിന് ലോക്ക് സെറ്റ് ഉണ്ട്, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് നമുക്ക് അടുത്ത ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ടാങ്ക് വെക്കുന്നതിന് മുമ്പ് 2 ബുഷ് വരും ഗൈസ്. അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഗൈസ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ബുഷ് വെച്ച് ടാങ്ക് നമ്മൾ പതുക്കെ തള്ളിക്കയറ്റി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അടുത്തതായി നമ്മൾ ടാങ്കിന്റെ യൂണിറ്റിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലോട്ടിൽ വരുന്ന കണക്ഷൻ ഇല്ല, അത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഡെയിൻ ബോൾട്ട് വരി നമുക്ക് ഓയിൽ ചോർത്താം. ഓയിൽ ചോർത്തിയ ശേഷം നമുക്ക് പുതിയ ഫ്ലഗ് ഇടാം. ഫ്ലഗ് വന്നിട്ട് NGK-യിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഫ്ലഗ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു രക്ഷയില്ല. സംഭവം നല്ല പെർഫോമൻസ് ആണ്. പെട്ടെന്ന് കാർബൺ ഡെപ്പോസിറ്റ് ആവുന്നില്ല, എനിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എല്ലാവരും NGK മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇതിന്റെ വില വന്നിട്ട് 120 എന്തോ ആണ്. എന്തായാലും സെറ്റ് സാധനമാണ് ഗൈസ്. അങ്ങനെ നമുക്ക് പ്ലഗ് മാറ്റി കൊടുക്കാം, സ്പാർക്ക് പ്ലഗ്. അങ്ങനെ നമ്മൾ ഊരിയെടുത്ത് പുതിയ NGK ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മോട്ടോറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോട്ടോറിൻ്റെ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഗൈസ് അതിസാഹസികമായിട്ട് ഓയിൽ പുറത്തൊന്നും കളയാത്ത രീതിക്ക് ഒഴിക്കുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ നേരത്തെ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഹെൽമെറ്റ് ലോക്ക്, അത് നമ്മൾ അങ്ങ് ഗ്രാബ് റെയിലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബോൾട്ട് അങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അതിമനോഹരമായിട്ട് ആ ഹെൽമെറ്റ് ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തതായി നമ്മൾ മാഗ്നറ്റ് കവർ ഉണ്ടല്ലോ, അത് നമ്മൾ 8ന്റെ ബോൾട്ട് ഇട്ട് അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗിയർ ലിവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സീറ്റ് പതുക്കെ വെച്ചിട്ട് അതിന്റെ സൈഡിലുള്ള 10ന്റെ ബോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ പുതിയൊരു ബാറ്ററി വെച്ചിട്ടുണ്ട് ഗൈസ്. അമറോണിന്റെ ബാറ്ററിയാണ്. അത് എനിക്ക് വില വന്നിട്ട് ഒരു 1200 എന്തോ ആയി സംതിങ്. അമറോണിന്റെ അത് വലിയ ബാറ്ററിയാണ് ഞാൻ ഇതിൽ വെച്ച ഗൈസ്. കാരണം ഞാൻ ഇതിൽ LED ബൾബൊക്കെ ഇനി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഗൈസ് ഈ ഒരു അമറോണിന്റെ ബാറ്ററി സെറ്റ് ചെയ്തത്. നമ്മൾ എയർ ഫിൽറ്ററിന്റെ ബോക്സ് കുറച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സീറ്റിന്റെ ബോൾട്ട് വെച്ചല്ല, അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡ് ഡോർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡ് ഡോറിന്റെ റബ്ബർ കറക്റ്റായിട്ട് ടാങ്കിലും ചേസിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കീ എടുത്തിട്ടുണ്ട്. കീ എടുത്ത് നമുക്ക് ഇനി എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ. അങ്ങനെ നമ്മൾ കീ കൊടുത്ത് ഓണാക്കി. കണ്ട ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഹോണൊക്കെ അടിച്ച് നോക്കാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആകുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡ് ഇട്ട് നോക്കാം. റൈറ്റ് സൈഡും കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ബ്രേക്കും ചെക്ക് ചെയ്യാം. ബ്രേക്ക് പിടിച്ച് ചവിട്ടി എല്ലാം കറക്റ്റായിട്ട് ബ്രേക്ക് ലൈറ്റും വർക്ക് ആവുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ പണിതിയ ശേഷമുള്ള ടോട്ടൽ ലുക്ക്. നമ്മൾ ഈ ബൈക്കിൽ അടിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ മെറ്റാലിക് ബ്ലാക്ക് ആണ്, തിളങ്ങുന്ന ഒരു പെയിന്റ് ആണ്. കണ്ടോ ഗൈസ്, ഇപ്പോഴുള്ള ബൈക്കുകളിൽ വരുന്ന ടൈപ്പ് പെയിന്റ് ആണ് നമ്മൾ ഈ ബൈക്കിൽ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും അടിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ ബൈക്കെല്ലാം ഓൾറെഡി ടോട്ടലി എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് കാർബറേറ്ററിൻ്റെ ജെറ്റ് 2 ക്ലീൻ ചെയ്യാം. 2 ജെറ്റ് വരും, മെയിൻ ജെറ്റും പൈലറ്റ് ജെറ്റും. അടുത്ത് നമുക്കത് ക്ലീൻ ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കാർബറേറ്റർ ഇപ്പോൾ മൊത്തത്തിൽ അയച്ചെടുക്കണമെന്നില്ല. നമുക്ക് സിമ്പിൾ ട്രിക്കായിട്ട് തന്നെ വണ്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. കണ്ടോ ഗൈസ്, ഈ ഒരു നമുക്കിതിൻ്റെ അടിയിലുള്ളൊരു ഫ്ലോട്ട് വരുന്ന അതിൻ്റെ അതായത് ചെറിയൊരു ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൽ 2 സ്ക്രൂ വരും, അതങ്ങ് അഴിച്ചെടുക്കുക. കണ്ടോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ ജെറ്റ് 2 ഊരി എടുക്കുക. ഇതാണ് നമ്മളെ മെയിൻ ജെറ്റും പൈലറ്റ് ജെറ്റും. നമുക്കിതൊരു വയറിൻ്റെ ഒരു കോപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഈ ഹോളൊക്കെ ഒന്ന് അടവെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ജെറ്റിൻ്റെ അടവെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഇളക്കിയതുപോലെ തന്നെ നമുക്ക് ബൈക്കിൽ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ജെറ്റ് സെറ്റ് ചെയ്തു, പൈലറ്റ് ജെറ്റ് സെറ്റ് ചെയ്തു. അത്യാവശ്യം അടവുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് നമുക്ക് കാർബറേറ്ററിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൻ്റെ ഒരു ഓറിങ് വരും. കാരണം ഓറിങ് കറക്റ്റായിട്ട് ഇട്ടുവിടുക. കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് പെട്രോൾ ലീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലത്തെ ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്യാസ്കറ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അത് ലീക്ക് വന്നാലും നമ്മുടെ മൈലേജ് ഇഷ്യൂ വരും, പിന്നെ സ്ലോ സ്പീഡും കറക്റ്റായിട്ട് വരത്തില്ല. അങ്ങനെ നമ്മളത് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗൈസ് വീഡിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തായാലും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കിടക്കുകയാണ് ഗൈസ്. നമ്മുടെ ഫുൾ ഫിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് നമുക്ക് കറക്റ്റ് കാർബറേറ്ററിൻ്റെ ഓസും കൊടുക്കുക. ഫിൽറ്ററും കറക്റ്റായിട്ട് വരും. ഫിൽറ്ററിന് 20 രൂപയാണ് വില വരുന്നത്. എന്നിട്ട് നമുക്ക് ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ടാങ്കിലെ കവറെല്ലാം അടച്ച് കിക്കർ അടിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചവിട്ട് പരാജയപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചവിട്ട് സ്റ്റാർട്ടായി ഗൈസ്. എൻ്റെ മോനെ, ഇതാണ് സ്പ്ലെൻഡർ ഗൈസ്. ഒരു 4-5 മാസം മുന്നേ വണ്ടി പൊളിച്ചതാണ്. അതിനുശേഷം ഇപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മളെ സ്പ്ലെൻഡറിന്റെ പവർ.
എന്നാലും സത്യം പറയാം ഗൈസ്, എനിക്ക് സത്യം വളരെ സന്തോഷമുണ്ട് ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല രണ്ടാമത്തെ ചവിട്ടിൽ സ്റ്റാർട്ട് ആവും, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അങ്ങനെ നമ്മൾ വണ്ടി രണ്ടാമത്തെ ചവിട്ടിൽ സ്റ്റാർട്ട് ആയിരിക്കുന്നു ഗൈസ്. എന്നിട്ട് നമുക്ക് അടുത്ത് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. നമ്മൾ സൈഡ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ യൂണിക്കോണിന്റെ വെയിറ്റ്, ഹാൻഡിൽ വെയിറ്റ് ഉണ്ടല്ലോ, നമ്മളത് ഹാൻഡിൽ ഗ്രിപ്പ് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് അതിഗംഭീരമായിട്ട് നമ്മൾ പാർട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 പാർട്ട് നമ്മൾ അതിഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ സ്ട്രെങ്ത്. എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ.